എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ്. മലപ്പുറം ജില്ലയിലെ തിരുനാവായക്കടുത്ത് ആദവനാടാണ് ആഴ്വാഞ്ചേരി മന. വിശ്വപ്രസിദ്ധി ആർജിച്ച ആഴ്വാഞ്ചേരി മനയെക്കുറിച്ചും തമ്പ്രാക്കളെക്കുറിച്ചും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം അറിയിക്കുക. അങ്ങേക്ക് നമസ്കാരം. നമസ്കാരം. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ പറ്റി അറിയാത്തവരാരുമില്ല. എങ്കിലും ആ തമ്പ്രാക്കൾ എന്നുള്ള സ്ഥാനപ്പേര് എങ്ങനെയാണ് ഇവിടേക്ക് കൈവന്നതെന്ന് പറയാം. അത് കേട്ടിട്ടുള്ളത് ഈ പരശുരാമനാൽ, അതായത് പരശുരാമനാണ് ഈ തമ്പ്രാക്കൾ എന്നുള്ള ആ ഒരു പേര് അത് കൊടുത്തിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളത്. അത് സാമ്രാട്ട് എന്നുള്ളൊരു സംസ്കൃത വാക്ക്, അതിൻ്റെ ഒരു മലയാളം ഒരു വെർഷൻ എങ്ങനെയാ വെച്ചാൽ അല്ലെങ്കിൽ ആ സമ്രാട്ട് എന്നുള്ള സംസ്കൃത വാക്കുന്നാണ് അത് തമ്പ്രാക്കൾ നിന്നായി വന്നിട്ടുള്ളത്. അത് കേട്ടിട്ടുള്ളത് എന്താ വെച്ചാൽ, അത് ഞാൻ ആദ്യമേ പറയാം. ഇപ്പം നമ്മുടെ ഈ മിത്തിനെ പറ്റിയിട്ട് വലിയ വിവാദം നിലനിൽക്കുന്ന ഇതാകുമ്പോൾ ഞാൻ ആദ്യമേ പറയും. അതായത് തമ്പ്രാക്കളായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സംഗതിക്കും ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലതിനുണ്ടാവും, ചിലതിനുണ്ടാവില്ല. അപ്പം അത് വെറും മിത്താണ്, വേണമെങ്കിൽ വിശ്വസിക്കാം, ഐതിഹ്യം എന്ന് പറയില്ലേ. അപ്പോൾ ആദ്യമേ ഞാൻ അത് പറയാണ്, കാരണം അതില്ലാണ്ട് തുടങ്ങാൻ പാടില്ല. കേട്ടില്ലെന്ന് വെച്ചാൽ ഈ കേരളത്തിൽ പഴയ കേരളത്തിൽ 64 ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 64 ഗ്രാമങ്ങളിൽ 32 എണ്ണം കർണാടകയിലാണ്, 32 എണ്ണമാണ് കേരളത്തിലുള്ളത്. അത് പണ്ടത്തെ എന്ന് പറയുമ്പോൾ ഈ ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള ആ ഒരു കേരളം. അപ്പോൾ അതിന് ഈ അവിടുത്തെ ഈ ഓരോ ഗ്രാമത്തിനും ഓരോ തമ്പ്രാക്കൾ, മനസ്സിലായില്ലേ? അതെന്താ വെച്ചാൽ തമ്പ്രാക്കൾ എന്നുള്ള ഓരോ ഗ്രാമത്തിനെയും തമ്പ്രാക്കൾക്കും ആ ഗ്രാമത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ക്ഷേത്ര അല്ലെങ്കിൽ ആചാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ഇടപെടൽ നടത്തിയിട്ട് അതിന് എന്തെങ്കിലും ഒരു രണ്ടാൾ തമ്മിൽ എന്തെങ്കിലും വല്ല തർക്കം ഉണ്ടെങ്കിൽ അത് തീർത്ത് പരിഹരിച്ച് പോവുക. അതായത് ഒരു സ്പിരിച്വൽ ഒരു ആത്മീയ ഗുരുവായിട്ടാണ്, അങ്ങനെയാണ്. അതല്ലാണ്ട് ഒരുപാട് ആൾക്കാർ ഇതിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ വന്നത്. ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഇല്ല. അതായത് ഇപ്പോൾ ഒരു അങ്ങനെയുള്ളൂ, അതായത് ഒരു ഭരണാധികാരമല്ല, അതൊരു ആചാരാനുഷ്ഠാനങ്ങളിൽ എന്തെങ്കിലും വല്ല ഈ എന്താ പറയേണ്ട ഒരു തർക്കമോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൽ ഒരു തീർപ്പ് കൊണ്ടുവരാൻ. അതെ അതെ. അപ്പം അതിന് വേണ്ടിയിട്ട് പരശുരാമൻ ആ സ്ഥാനം ഉണ്ടാക്കി. അപ്പോൾ 64 ഗ്രാമങ്ങളിലും 64 തമ്പ്രാക്കന്മാരുണ്ടായിരുന്നു. ഈ 64 ഗ്രാമങ്ങളിൽ ഞാൻ പറഞ്ഞ ആദ്യം 32 എണ്ണം ഇപ്പോൾ കർണാടകയിലാണ്. ഈ 64 ഗ്രാമങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു ഗ്രാമമാണ് ശൂവരം ഗ്രാമം. നമ്മുടെ ഈ എടപ്പാളടുത്തുള്ള ആ ശൂവരം ഗ്രാമത്തിൻ്റെ തമ്പ്രാക്കളാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ. മറ്റുള്ള തമ്പ്രാക്കന്മാരുടെ കുടുംബം അന്യം നിന്ന് പോയി എന്നാണ് ഞാൻ ധരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ അടുത്ത് ഈ ഒരു കൽപ്പകഞ്ചേരി തമ്പ്രാക്കൾ, ഇവിടെ തിരൂരടുത്ത് ഒരു കൽപ്പകഞ്ചേരി തന്നെയാണ്, അവിടെ തമ്പ്രാക്കളുണ്ടായിരുന്നു. അദ്ദേഹം പന്നിയൂർ ഗ്രാമത്തിന് തമ്പ്രാക്കൾ. ഇപ്പോൾ അദ്ദേഹം അവിടെ ചില ആ കുടുംബത്തിൽ ആളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ എല്ലാ ഗ്രാമത്തിനും തമ്പ്രാക്കളുണ്ട്. പിന്നെ ആ തമ്പ്രാക്കന്മാരിൽ നിന്നും ആഴ്വാഞ്ചേരിയെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് അവരുടെ കാലങ്ങളായിട്ട് ഈ തറവാട്ടിൽ നിലനിന്നിരുന്ന അല്ലെങ്കിൽ എൻ്റെ പൂർവികന്മാരായിട്ട് പിന്തുടർന്നു വന്ന ഒരു ജീവിത രീതി. അതാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ മറ്റുള്ള തമ്പ്രാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനാകുന്നത്. അതായത് ഒന്നാമത് ഈ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ ഒരു ഈ ജോലി, അതായത് ഇപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പോൾ തൊഴിൽ എന്നുള്ളത്, ആ തൊഴിൽ എന്നുള്ള രീതിയിൽ തമ്പ്രാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും റെക്കോർഡിക്കലി തൊഴിൽ ഈശ്വര വിചാരമാണ്. അപ്പം നമുക്ക് ഒറ്റവാക്കിരുന്നപ്പോൾ ഈശ്വര വിചാരം എന്നുള്ളത് അത് ഈശ്വര വിചാര പ്രവൃത്തി എന്നാണ് എഴുതുക. പക്ഷെ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് അത് അങ്ങനൊരു പ്രവൃത്തി ഞാൻ ഇതിനെ വളരെ ലാഘവത്തോടു കൂടിയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ അത് നമുക്ക് കുറച്ച് പ്രായമായി വരുമ്പോഴാണ് എന്താണ് കാരണം, ഏറ്റവും പ്രയാസമായിട്ടുള്ള പ്രവൃത്തിയാണ് ഈശ്വര വിചാരം. ഏറ്റവും പ്രയാസം. കാരണം
ഇതെന്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് വെച്ചാൽ ഇത് മാത്രമേ വിചാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാലേ, കിടക്കണ ഉറങ്ങണ വരെ ഇത് മാത്രമേ പാടുള്ളൂ. അപ്പം ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രവൃത്തിയിൽ ഊന്നി നിന്നിട്ടുള്ള ഒരു ജീവിത ശൈലിയായിരുന്നു എൻ്റെ ഈ കാരണവന്മാര് പിന്തുടർന്നു വന്നത്. അതാണ് ഈ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ മറ്റുള്ള തമ്പ്രാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. ഇവിടെ ആൾക്കാർ വരുന്ന ഓരോ കാര്യങ്ങൾ തിരുവുൾ കാഴ്ച അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ അതാണ്. അപ്പൊ ഈ തമ്പ്രാക്കൾ എന്ന് വന്നിട്ടുള്ളത് ഈ 64 ഗ്രാമങ്ങളിലെയും ഈ ആത്മീയ ആചാര കാര്യങ്ങളിൽ ഒരു തീർപ്പ് കൊടുക്കുക. അത് പരശുരാമനാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് കേട്ടത്. ഈ തമ്പ്രാക്കളുടെ മന, ആഴ്വാഞ്ചേരി മന എന്ന് പറയുന്നത് ഈ തറവാട് ഇവിടെ തന്നെ ആയിരുന്നോ, അതോ വേറെ എവിടെയെങ്കിലും ആയിട്ട് പിന്നീട് ഇങ്ങോട്ട് മാറിയതാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ? അല്ല, അത് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളുടെ തറവാട് കൃത്യമായിട്ട് എവിടെയാന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതായിട്ട് ബന്ധിപ്പിക്കാം. അതായത് ഈ ഐതിഹ്യത്തിൽ അതായത് ഒരു കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളത് കുലുക്കല്ലൂര് ആയിരുന്നു തമ്പ്രാക്കൾ. കുലുക്കല്ലൂർ എമ്പൂരി, അത് നമ്മുടെ ഈ മുളയങ്കാവ് അടുത്താണ് അവരുടെ അത്. അവിടുന്ന് അതിലൊരു തമ്പ്രാക്കള് ഈ അതായത് ഈ അദ്ദേഹത്തിൻ്റെ ഒരു ചെയ്തു പോയിട്ടുള്ള ഒരു പ്രവൃത്തിയിൽ ഞാനറിയാം, ഞാൻ പ്രവൃത്തി പറയാത്ത ഒരുപാട് നീണ്ടുപോകുന്നത്. അപ്പം അതിലൊരു പശ്ചാത്താപമായിട്ട് നമ്മുടെ ഈ ഇവിടെ ശൂപുരം അമ്പലത്തിൽ വന്നിട്ട് ഭജനം തുടങ്ങി. അപ്പം അന്നത്തെ ഊരാളന്മാരായിട്ടുള്ള ആൾക്കാർ അദ്ദേഹത്തിന്റെ ഭജനത്തിന്റെ രീതിയൊക്കെ കണ്ടപ്പോൾ എന്നാൽ ഇത് നമ്മൾ ശൂപുരത്തെ തമ്പ്രാക്കളാക്കാം ഇദ്ദേഹത്തിന് എന്ന് പറഞ്ഞിട്ട് കൊച്ചി രാജാവിനെ സമീപിച്ച് അവിടുന്ന് കൊച്ചി രാജാവ് ഒരുപാട് സ്ഥലവും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ മാറഞ്ചേരി ആ ഒരു ഏരിയയിൽ കുറെ സ്ഥലം തമ്പ്രാക്കളൊക്കെ കൊടുത്തു. അങ്ങനെ അവിടെയാണ് ഈ എന്താ പറയുക തമ്പ്രാക്കൾ എന്ന രീതിയിൽ ഞങ്ങളുടെ തറവാട് വന്നേരി എന്നാണ് പിന്നെ ആവനാടേക്ക് വന്നത്. അതായത് പഴയ ഇതിൽ പറയണ ഈ എന്താ പാക്കനാര പറയിട്ട് അതൊക്കെ അവിടെ അത് കഴിഞ്ഞ് പിന്നെ ആദവനാട്ടയ്ക്ക് ഇങ്ങോട്ട് വരാനുള്ള കാരണം സാമൂതിരിപ്പാടിൻ്റെ ഈ എന്താ പറയേണ്ട അതായത് അരിയിട്ട് വാഴ്ച അത് തമ്പ്രാക്കളാണ്. അപ്പോൾ സാമൂതിരിപ്പാടും കൊച്ചി രാജാവും തമ്മിൽ എപ്പോഴും യുദ്ധമാണ്. അപ്പോൾ പരസ്പരം ഒരു ഇതിലുള്ള ആൾക്കാരാണ്. അപ്പോൾ തന്നെ അരിയിട്ട് വാഴിക്കേണ്ട ഒരാള് മറ്റേ തൻ്റെ ശത്രുരാജ്യത്ത് താമസിക്കുക എന്നത് അന്ന് അത് സാമൂതിരിപ്പാടിനൊരു കുറച്ചില്. അപ്പൊ എൻ്റെ നാട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ആവനാടൊക്കെ അദ്ദേഹത്തിന്റെ നാടാണ്, പഴയ സാമൂതിരിപ്പാടിന്റെ. അപ്പോൾ അത് അന്നത്തെ തമ്പ്രാക്കൾ പറഞ്ഞു അല്ല എനിക്ക് അപ്പോഴേക്കും ഞാൻ ഈ പറഞ്ഞ ഒരുപാട് കാലം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മറ്റേ അയ്യോ ഞങ്ങൾക്ക് അവിടെ സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വളരെ വലിയ ഒരു ഏരിയ ഇന്നിപ്പോൾ ഈ ആദവനാട് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ഈ ടാക്സ് ഫ്രീ ആയിട്ട് കരമൊഴിവായിട്ട് പതിച്ച് തമ്പ്രാക്കൾക്ക് കൊടുത്തു എന്നുണ്ട്. അങ്ങനെ ഈ മാറഞ്ചേരിയിൽ നിന്ന് ഈ ആദവനാട്ടേക്ക് സ്ഥലം മാറി ഇവിടെ തറവാടായി എന്നാണ് കേട്ടത്. ഇവിടേക്ക് വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ ഒരു അത്രയ്ക്കൊന്നും ആയില്ല, ഒരു 1100 കൊല്ലം ആയിട്ടുള്ളൂ. അതേസമയം തമ്പ്രാക്കളുടെ എന്താ കുടുംബം എന്ന് പറഞ്ഞാൽ അത് BC-യിലുണ്ടാണ്, ബിഫോർ ക്രൈസ്റ്റ്. അതൊക്കെ എനിക്ക് 2023 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ഒരു 1000-1200 കൊല്ലം അത്രയായിരുന്നു. അപ്പൊ ആ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ അങ്ങനെയാണ് കോമൺ ആയിട്ട് പറയണത്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ വാഴുന്നാണ് ആദവനാട്. അതായത് അങ്ങനെയുള്ള ആദ്യത്തെ ലെറ്റേഴ്സിനെ ആദ്യത്തെ ആ വാക്കിനെ ലോപിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടായിട്ടാണ്. തമ്പ്രാക്കൾക്ക് നേത്രനാരായണൻ എന്നുള്ളൊരു പദവി കേട്ടിട്ടുണ്ട്. അപ്പൊ അതേ പറ്റിയൊക്കെ ഒന്ന് അത് എന്ന് വെച്ചാല് ഈ ഇദ്ദേഹം അതായത് മേഴത്തൂർ അഗ്നിഹോത്രി 100 യാഗം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോ അതില് യാഗം ചെയ്യണ യാഗത്തിന് യജമാനൻ വേണം.
യജമാനം എന്ന് വെച്ചാൽ ആ യാഗത്തിൽ എപ്പോഴും അവിടെ ആ യാഗശാലയിൽ ഇങ്ങനെ പ്രസന്റ് ആവണം, അങ്ങനെയാണ്. അതിനെ കൺട്രോൾ ചെയ്യാന്നോ അങ്ങനല്ലേ. അപ്പോൾ ഈ എന്താ പറയണ്ടത്, ഈ 100 യാഗം ചെയ്താൽ എന്താ വെച്ചാൽ ഇന്ദ്രപദവി കിട്ടും, അങ്ങനെ ഒരുപാട് സൗഭാഗ്യങ്ങൾ കിട്ടും. അതാണ് അതിൻ്റെ. അങ്ങനെ യാഗം തുടങ്ങി. അത് അന്നത്തെ നമ്മളൊക്കെ സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ എന്താ പറയണ്ട, യാഗം തുടങ്ങി ഒരു 90-92 ആയപ്പോൾ ഈ ഇതൊക്കെ ഞാൻ ആദ്യം വീണ്ടും പറയാണ്, ഐതിഹ്യം കേട്ടോ, തെളിവില്ലേ. നമുക്ക് ഒരാൾ എന്നോട് ചോദിക്കാണ്ട് അങ്ങനെ യാഗം ചെയ്തു എന്താ തെളിവ്, എനിക്ക് ഒരു തെളിവില്ല. അപ്പോൾ ആ ഒരു 91-92 കുറച്ച് എത്തിയപ്പോൾ ഈ അപ്പോൾ അതായത് അപ്പോൾ ഒരു പ്രസന്റ് ഇന്ദ്രൻ. ആ ഇന്ദ്രന് ചെറിയ പരിഭ്രമമായി, കാരണം സ്ഥാനം പോവാണ്. അപ്പോ നേരെ മഹാവിഷ്ണുവിന്റെ അടുത്ത് ചെന്നു. മഹാവിഷ്ണുവാണ് കാര്യങ്ങളൊക്കെ. അപ്പോ പറഞ്ഞു ഇങ്ങനെ ഒരു ആപത്ത് പെട്ടിട്ടുണ്ട്. കാരണം ഇന്ദ്രപദവി കൊടുക്കാനേ പറ്റില്ല, കാരണം കർമ്മത്തിന് ഫലം ഉണ്ടല്ലോ, നമ്മുടെ ഇതിൽ കർമ്മത്തിന് ഫലം ഉണ്ടല്ലോ. അപ്പോൾ എന്താ വേണ്ട, ആയിക്കോട്ടെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മഹാവിഷ്ണു തമ്പ്രാക്കളുടെ മുമ്പിൽ പ്രത്യക്ഷമായി. എന്നിട്ട് അങ്ങേക്ക് യാഗം നടത്തുന്ന ആൾക്കും അങ്ങേക്കും ഈ ഇന്ദ്രപദവി ഒഴികെ ബാക്കി എന്ത് സൗഭാഗ്യവും തരാം, അതുകൊണ്ട് യാഗം നിർത്തണം. അപ്പോ തമ്പ്രാക്കൾ ഓ ആയിക്കോട്ടെ യാഗം നിർത്താം, ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ യാഗം നിർത്താം. അങ്ങനെ യാഗം നിർത്തി. അപ്പൊ ആ നഗ്നനേത്രങ്ങൾ കൊണ്ട് നാരായണനെ കണ്ടു. മഹാവിഷ്ണുള്ള വന്നിട്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് നാരായണനെ കണ്ടപ്പോൾ നേത്രനാരായണൻ. ഇവിടുത്തെ ഈ മനയിലുള്ള ക്ഷേത്രത്തിലും അതുപോലെ മനയിലൊക്കെ ഉള്ള ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് ചടങ്ങുകൾ, അത് എൻ്റെ ഒരു അതായത് എൻ്റെ ഒരു ഓർമ്മയുള്ളത് 2 ഉണ്ട് സുധ. അതായത് കർക്കിടകത്തിൽ ഇവിടെ സുധ മിഥുനം, കർക്കിടകം, പുഷ്പാഞ്ജലി. എൻ്റെ കുട്ടിക്കാലത്ത് മിഥുനം കർക്കിടകമാണ്. മിഥുന മാസവും കർക്കിടക മാസവും മുഴുവൻ, അതായത് പുറമേ നിന്ന് ആൾക്കാർ വന്ന് പുഷ്പാഞ്ജലി പേട്ടേക്കരുത്. അത് ആ കാലത്ത് ആ മിഥുനം, കർക്കിടകം, പുഷ്പാഞ്ജലി. അപ്പോൾ കർക്കിടകം അവസാനം 31-നോ അപ്പം ഉണ്ടാക്കും. എത്രയോ ഒരുപാട് ഈ 5 അങ്ങനെ എന്തോ അരി കൊണ്ട് അപ്പം ഉണ്ടാക്കും. എന്നിട്ട് വേട്ടയ്ക്കര നേദിക്കും. എന്നിട്ട് രാവിലെ ഒരു 11-11:30 പോയി നേദിച്ച് കിട്ടാൻ. എന്നിട്ട് അന്ന് ഉച്ചയ്ക്ക് ഇതില്ല, അത് ഈ അപ്പം കഴിക്കുക, ഇതൊക്കെ തിന്നെ, അത്രയേ ഉള്ളൂ. അത് അങ്ങനെ പുറമേ ആഘോഷമാണെങ്കിൽ അല്ല ആഘോഷമാണെന്ന് തോന്നില്ലെങ്കിലും എനിക്കതൊരു ആഘോഷം. പിന്നെ അത് ലോപിച്ച് എന്താ വെച്ചാൽ മിഥുനം കർക്കിടകം എന്നിട്ട് പോയിട്ട് കർക്കിടകം മാത്രമായി, കർക്കിടക ഒരു മാസം. അത് കഴിഞ്ഞ് ഇപ്പം എത്ര എങ്ങനെയുള്ളൂ വെച്ചാൽ കർക്കിടകം ആദ്യത്തെ 12 ദിവസം, കർക്കിടകം 12-ാം തീയതി വരെ. അത് കഴിഞ്ഞാൽ പിന്നെ അവസാനം 3, അങ്ങനെ 15 ദിവസം. ഇത് കാലമാറ്റം, ആളെ കിട്ടാനും ഇല്ല. അപ്പം അതുകൊണ്ട് ഈ മിഥുനം കർക്കിടകം എന്നുള്ളത് പോയിട്ട് അച്ഛൻ്റെ കാലത്ത് തന്നെ കർക്കിടകം മാത്രമായി. അതിന് അച്ഛൻ്റെ കാലത്ത് തന്നെ ഈ എന്താ പറയണ്ടത് ഈ 12-3 എന്നുള്ള രീതി. അപ്പം ഇപ്പം അതാണ് ഇപ്പോൾ ഒരു ആഘോഷം എന്ന് പറയുന്നത്. പിന്നെ ഇപ്പം ഈ പേട്ടേക്കരം പാട്ട്, അത് ഇവിടെ സ്വതേ ഈ ഇവിടുത്തെ തമ്പ്രാക്കന്മാരുടെ മറ്റേ ഈ അതായത് ആട്ടപ്പിറന്നാൾ ഒരു വേട്ടേക്കരൻ്റെ കളം വരച്ചിട്ടുള്ള പാട്ട്. അത് വേട്ടേക്കരന് പ്രധാനമായിട്ടുള്ള ഒന്നാണ് നാളികേരം. പഴയ കാലത്തൊക്കെ 1000 നാളികേരം, ഇപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലം 1000 നാളികേരമായിരുന്നു. 1000 നാളികേരം ഉടയ്ക്കുക, അത് പ്രധാനമാണ്. അപ്പോൾ അത് ഉണ്ടാവും. പിന്നെ ഇക്കൊല്ലം പിറന്നാളുണ്ട്, പക്ഷെ അത് 3 നാളികേരത്തിൽ ചുരുക്കും. അതൊക്കെ ഈ പറഞ്ഞ എന്താ പറയുക കാലത്തിൻ്റെ ഒരു പോക്കാണ്. പഴയ കാലത്ത് 12,000 ഉണ്ടായിട്ടില്ലേ? ഓ എന്നെ അതായത് ഇവിടെ അവസാനം 12,000 ഉണ്ടായിട്ടുള്ളത് അമ്മയുടെ ഷഷ്ടി പൂർത്തിയാണ്. എൻ്റെ അമ്മ അത് അതായത് ഇവിടെ കാലങ്ങളായിട്ടുള്ള ആചാരത്തിലല്ല, അത് എൻ്റെ ഒരു മോഹമായിരുന്നു. നമ്മുടെ ഷഷ്ടിപൂർത്തിക്ക് 12,000, അങ്ങനെ നമ്മുടെ ഷഷ്ടിപൂർത്തിക്ക് 12,000. അത് കഴിഞ്ഞ് പിന്നെ 12,000 ഉണ്ടായിട്ടില്ല, 12,000 ഇല്ല ഉണ്ടായിട്ടില്ല.
അതാണ് ഇപ്പോൾ ഒരു കാര്യമായിട്ടുള്ളൊരു രണ്ടാഘോഷം എന്ന് പറയാൻ ഈ കർത്തവ്യത്തിൽ കളമ്പാട്ട്. അങ്ങ് നല്ലൊരു സംഗീതജ്ഞനാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ സംഗീതം എവിടെ നിന്നാണ് പഠിച്ചത്, ഗുരുനാഥൻ ആരാണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. അത് എനിക്കെന്തറിയോ, എനിക്ക് ഈ സംഗീതജ്ഞൻ എന്ന് പറയുമ്പോഴൊരു ചെറിയൊരു വിഷമം എന്താ വെച്ചാൽ, ആ ഒരു സംഗീതജ്ഞൻ എന്ന് വെച്ചാൽ മ്യൂസീഷ്യൻ, സംഗീതത്തിനെ പറ്റി ജ്ഞാനമുള്ളവൻ, അതാണ് സംഗീതജ്ഞൻ. പാട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്, പാട്ട് ഞാൻ എനിക്ക് വരാം. ഇപ്പം ഈ അതെ അമ്മ പറയാം, അതായത് പൂമുള്ളി വന ഉണ്ടോ അവിടെ 7-ാം തമ്പുരാൻ രാമൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹമാണ് എൻ്റെ ഗുരു. അദ്ദേഹം ചെമ്പൈ വൈദ്യഭാഗവത ശിഷ്യനാണ്. ഞാനൊരു കുറച്ച് കാലം ഒരു 8-10 കൊല്ലത്തിൻ്റെ മുകളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പാട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതപ്പോൾ ഈ നേരത്തെ ചോദിച്ചതിനുള്ള മറുപടിയാണ്. അതായത് എന്നോട് എന്താ പറയണ്ട, അദ്ദേഹത്തിൻ്റെ ഏട്ടൻ 6-ാം തമ്പുരാൻ ഉണ്ടായിരുന്നു, അറിവിൻ്റെ തമ്പുരാൻ. അപ്പം ഞാൻ അദ്ദേഹത്തിനെ പറ്റി ഈ പാട്ടിൻ്റെ ഒരു വട്ടം കാര്യങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് വിശ്വസിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ വലിയ കാര്യങ്ങൾ ആലോചിക്കണ്ട, നീ സംഗീതജ്ഞനല്ല, പാട്ടുകാരനാണ്. നീ സംഗീതജ്ഞനായിട്ടില്ല, ആവില്ല, അത് തന്നെ പ്രയത്നം പോലെ ഇരിക്കും, അത് വേറൊരു തലാണ്. അപ്പോൾ നിനക്കിപ്പോൾ ഒരു പാട്ട് ഒരാൾ പറഞ്ഞു അതുപോലെ നീയാണ് പാടും, തത്തമ്മേ പൂച്ച പൂച്ച, അത്രയും നീയായിട്ടുള്ളൂ. പാട്ടുകാരനും സംഗീതജ്ഞനും തമ്മിൽ ഒരുപാട് അത് വേറെ. അപ്പം അത് എന്താ പറയുക, സംഗീതജ്ഞൻ ഞാൻ മൂന്ന് പാടും, ഇതിൻ്റെ ആ ഒരു ലെവലേ വേറെയാണ്. ഈ എന്താ പറയുക, മ്യൂസിക് എന്നുള്ള ആർട്ട് എന്നുള്ള സാധനത്തിൻ്റെ അതിൻ്റെ ഒരു ലെവല് വേറെ ലെവലാണ്. അത് നമ്മൾ ഇപ്പോൾ എന്താ പറയേണ്ട, ഏത് കലയായാലും അത് പണത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കാലം കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പണം കൊണ്ട് വലിയൊരു കാര്യമുണ്ട്, അത്യാവശ്യമൊക്കെ വേണം അങ്ങനൊരു അവസ്ഥ എത്തും. കുറച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ എന്താ വെച്ചാൽ അത് നമ്മുടെ ഒരു പാഷനാവും, എന്താ പറയണ്ട, നമ്മുടെ ഒരു വികാരവും, നമ്മുടെ ആ ലെവലിൽ എത്തുമ്പോഴാണ് അതിൻ്റെ ഒരു 70% എത്തുന്നത്. അതായത് ഇപ്പോൾ പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ പറയുക, ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു ശ്ലോകം നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു രാഗം അല്ലെങ്കിൽ അതിൽ ഒന്ന് ചിട്ടപ്പെടുത്തിയിട്ട് ഒന്നാ മൂളിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും. അപ്പം എന്താ നമ്മൾ ഏത് ആർട്ടിനെ പറ്റിയിട്ടാണോ പഠിച്ചിട്ടുള്ളത് അതിനോട് നമ്മൾ അടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ഒറ്റയ്ക്കിരിക്കും. അപ്പോൾ അതെന്താ വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒരു ശബ്ദം ഇപ്പോൾ എന്താ പറയുക, ഒരു ഫാനിൻ്റെ ഒരു ഹമ്മിങ്ങാന്ന് കൂട്ടുക. ഈ ഹമ്മിങ്ങിൽ അങ്ങനല്ല, അദ്ദേഹം ഭൂമുള്ളി രാമൻ നമ്പൂതിരിപ്പാട് എൻ്റെ ഗുരുനാഥൻ അന്ന് പഠിപ്പിച്ചിട്ടുള്ള സാധനങ്ങൾ വെറുതെ ഇങ്ങനെ അതിൻ്റെ ആ ശ്രുതിയിൽ വെറുതെ ഇങ്ങനെ ഹമ്മി തൂക്കിയ മണിക്കൂറുകൾ ഇങ്ങനെ പോകും. മനസ്സിലായില്ലേ? അതെൻ്റെ ഒരു പാഷനാകും ഈ ഇതേ. അപ്പോൾ ഞാനത് ഈ എന്താ 6-ാം തമ്പുരാൻ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഇത് ഞാൻ ആ ഒരു കാലത്ത് എനിക്ക് തോന്നുന്നൊരു 80s ലേറ്റ് 80s ഒക്കെ ഞാൻ അദ്ദേഹത്തിന് ചോദിക്കുന്നത്. എന്തൊരു സംശയം, എൻ്റെ ഗുരുനാഥൻ 85-86 കാലത്ത് മരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ ഏട്ടനാണ്. അപ്പോൾ ചോദിച്ചത് അതെനിക്ക് വളരെ ശരി, അതിപ്പോഴാണ് അതിൻ്റെ ആ ഒരു പ്രസക്തി മനസ്സിലായത്. നീ സംഗീതജ്ഞനായിട്ടില്ല കേട്ടോ, നീ സംഗീതജ്ഞനല്ല, പാട്ടുകാരനാണ്. ഇത് എത്ര ശരിയാന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുക. കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ അറിയണമെങ്കിൽ ഇതിങ്ങനെ നമ്മൾ പാടി അതിൻ്റെ എന്താണ് മ്യൂസിക് എന്നുള്ളതിൻ്റെ അതിൻ്റെ സുഖം ശരിക്കും ഒറ്റയ്ക്കിരിക്കുന്നത്. അതായത് ശരിക്കും ഇപ്പോൾ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞു വെച്ചാൽ അതിൻ്റെ ഈ എന്താ
അതിൻ്റെ എന്താ ആരോഹണ അതിൻ്റെ ഇങ്ങനെ ഉയർച്ചയും താഴ്ചയും എന്ന് പറയുന്നത് അത് ശ്രദ്ധിച്ചിട്ട് വേണമെങ്കിൽ മണിക്കൂറുകളോളം ഇരിക്കാൻ അതൊരു തരം സാധനമാണ്. അത് ആ ഒരു സാധനം ഡെവലപ്പ് ചെയ്തത് മ്യൂസിക്കിൽ കൂടി. ഇപ്പോൾ നമ്മൾ പറയുന്ന മന്ത്രസാധന, നമ്മൾ എന്താ മോക്ഷത്തിന് മന്ത്രസാധന എന്ന് പറയും. ഏതെങ്കിലും റിക്ക് എടുത്തിട്ട് ഒരുപാട് തവണ ജപിക്കുക. അതേപോലെ ആ മോക്ഷത്തിലേക്ക് അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു വഴിയാണ് നാദത്തിനെ ഉപാസിക്കുക. അപ്പോൾ അത് ഈ പാട്ട് പഠിത്തവും പിന്നെ ഈ ഒരു മണ്ണിൽ ജനിക്കുകയും കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ആ ഒരു എന്താ പറയേണ്ട ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ആ ഒരു പഴയ കാലത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള, അതായത് കാരണവന്മാർ ചെയ്തു വെച്ചിട്ടുള്ള കാരണവന്മാരുടെ പ്രവൃത്തികളും അല്ലെങ്കിൽ എൻ്റെ പരദേവതയുടെ ആ ഒരു ശക്തിയും പിന്നെ ഈ ഗുരുനാഥൻ്റെ അനുഗ്രഹം. അപ്പോൾ ഞാൻ വാസ്തവം പറഞ്ഞു വെച്ചാൽ ഇപ്പം മ്യൂസിക്കിനെ അറിയുന്നുണ്ടോ അന്ന് അദ്ദേഹം പറഞ്ഞത് ഇപ്പം ഞാൻ ചെറുതായിട്ട് അറിയുന്നുണ്ടോ എന്നുള്ള ചെറിയൊരു സംശയം അത്രയായിട്ട്. എന്തായാലും സംഗീതം പഠിച്ച അങ്ങേക്ക് കുറച്ച് വരികളെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാഗം ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ആലപിക്കാൻ പറ്റുമോ? ഞാനിപ്പോൾ അത് ഞാൻ ഇങ്ങനെ എന്താ സ്വന്തം ഇങ്ങനെ മെയിനി നടിക്കുക അത്രയേ ഉള്ളൂ. പാടാൻ പറ്റുമോ? ഒരുപാട് കാലമായി ഞാൻ അങ്ങനെ ഒരു അല്ല ഈ എന്താ ഒന്നാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ തമ്പ്രാക്കൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവുമോ ഏത് പരിപാടിക്ക് വരണമെങ്കിൽ? അപ്പോൾ ഒരു മറ്റേ ഞാൻ ധാരാളം പോയിരുന്നു. ഇപ്പം വെച്ചാൽ ഈ ആൾക്കാർ വിളിക്കൽ വളരെ ചങ്ങല എന്തെങ്കിലും അറിഞ്ഞു പോണത് അത് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു ചെറിയൊരു പഴയ അതായത് ആൾക്കാരൊക്കെ തന്നെ നമ്മളോട് ഇപ്പോഴത്തെ ഒരു വേണ്ട ബുദ്ധിമുട്ടാവും. ഇപ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങളില്ല, ഒരുപാട് എനിക്കൊരു കാര്യമുണ്ടില്ല. പക്ഷെ അവചരം അത് മൂളി നോക്കാം. കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ, കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ, കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ, കഴലീന കൈ തോഴുന്നേ. കരുണ ചെയ്യുവാൻ എന്തു താമസം കൃഷ്ണ, കഴലീന കൈ തോഴുന്നേ. അങ്ങയുടെ കുടുംബത്തെ പറ്റിയൊക്കെ ഒന്ന്. അത് മറ്റേ എനിക്ക് ഞാൻ വിവാഹം കഴിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഒറ്റപ്പാലം അടുത്ത കാഞ്ഞൂരുമന അവിടുന്നാണ്. അവരുടെ പേര് രജനി എന്നാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരു മകളാണുള്ളത്, മഞ്ജിമ. അവൾക്കിപ്പോൾ 30 വയസ്സ് ആയി. അവളെ ഈ മാസ് കമ്മ്യൂണിക്കേഷൻ കോഴ്സൊക്കെ കഴിഞ്ഞ് മറ്റേ ചെന്നൈയിൽ ജോലി ആയിരിക്കുന്ന സമയത്ത് വിവാഹം കഴിഞ്ഞു 2018. ആ വിവാഹം കഴിച്ചിട്ട് നമ്മുടെ ഈ കോഴിക്കോട് ഒരു കോരമ്പറ്റ വീട്ടിലുണ്ട്, അവിടേക്കാണ് വിവാഹം കഴിച്ചിട്ടുള്ളത്. അയാൾ ഡോക്ടറാണ്, ഹൈദരാബാദിലാണ്. ഇപ്പോഴാ ഒരു 4 മാസം കൊണ്ട് പ്രസവിച്ചു, ആൺകുട്ടിയാണ്. ഇപ്പോൾ അവള് ഇവിടെ ഇല്ലാത്തില്ല. ഇപ്പോൾ ഡിസംബറിൽ അവള് ഹൈദരാബാദിൽ സെറ്റിൽ. അപ്പോൾ സഹസ്രാബ്ദങ്ങളായിട്ട് പേരും പ്രശസ്തി ആർജിച്ച ഈ ആഴ്വാഞ്ചേരി മന, അതായത് ഇവിടെ വന്നിട്ട് അങ്ങേയായിട്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ സന്തോഷം.
നമസ്കാരം.